ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫൈസീൻ ബിറല്ലാഹ് അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, സത്യവിശ്വാസി വിശ്വാസികളെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളതും അതിനുവേണ്ടി ആലോചിച്ചിട്ടുള്ളതും നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവരും സഹകരിക്കുന്നവരുമായ നമ്മുടെ കൂടപ്പിറപ്പുകൾ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് പരിശുദ്ധ കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി യാത്ര പുറപ്പെടാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അവരോട് നമുക്ക് ദുആ വസിയത്ത് കൊണ്ട് കൽപ്പിക്കുവാനും അതേപോലെ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും വേണ്ടിയാണ്. ആദ്യമായി എനിക്ക് അവരോട് ഉണർത്തുവാനുള്ളത്, നമ്മുടെ ഈ ഒരുമുക്ക് സലഫി സെൻറ്ററുമായി ബന്ധപ്പെട്ട്, അതുപോലെ പടന്ന സലഫി സെൻറ്ററുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പരിശുദ്ധ സ്ഥലങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു തആല നിങ്ങൾക്ക് മബ്റൂറും മഖ്ബൂലുമായ ഹജ്ജും ഉംറയും നിർവഹിച്ച് ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർമ്മം നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഒറ്റ വാക്കിൽ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളും ഇവിടെ വെച്ച് പറയാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അതിനു മുമ്പ് ഒരു 5 മിനിറ്റ് നമ്മുടെ ഖത്തീബ് ഒരു ചെറിയൊരു ഉപദേശം നിങ്ങൾക്ക് നൽകുന്നതാണ്. അതിനായി ഷറഫിയെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അല്ലാഹുവിൻ്റെ അതിഥികളായി പരിശുദ്ധ മണ്ണിലേക്ക് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെടാൻ മഹത്തായ സൗഭാഗ്യം കിട്ടിയ പല ആളുകളും ഈ സദസ്സിലുണ്ട്. ആ പുണ്യനാട്ടിലേക്ക് എത്തിപ്പെടാൻ ഇപ്പോഴും സാധിക്കാത്ത ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. എന്തായാലും ഹജ്ജിന് വേണ്ടി മാനസികമായും ശാരീരികമായും ഒരുങ്ങിയിരിക്കുന്ന ളുയൂഫുല്ലാഹ്, അള്ളാഹുവിൻ്റെ അതിഥികളായ ഓരോ ഹാജിമാർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്ത് ആഫിയത്തോടെ തന്നെ സ്വന്തം വീടുകളിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എന്നെ നിർബന്ധിച്ച് കയറ്റിയതാണ്. അക്കിങ്കാനോട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ്. ഞാനൊരു മുഖാത്തബായി പാവപ്പെട്ട അവിടെ ഇരുന്നോളാന്ന് പറഞ്ഞതാണ്.
വലിച്ചു കയറ്റിയതാണ്. അപ്പോൾ കുറച്ചു നേരം പ്രധാനമായി സംസാരിക്കുന്നത് നമ്മുടെ നജ്മി ഉസ്താദാണ്. ഒരു 5 മിനിറ്റ് അദ്ദേഹവും സംസാരിക്കും. ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണല്ലോ ഹജ്ജ് കർമ്മം. മലമ്പാതകളിലൂടെയും വഴികളിലൂടെയും നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധ്യമാകുന്ന വാഹനപ്പുറങ്ങളിൽ കയറിയും അള്ളാഹുവിൻ്റെ ഭവനമായ കഅബയിലേക്ക് എത്തിച്ചേരണമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനമാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല. ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളും പ്രമാണങ്ങളും വായിക്കുമ്പോൾ ലോകത്ത് ഒന്നാമതായി സ്ഥാപിക്കപ്പെട്ട പള്ളിയാണ് പരിശുദ്ധമായ കഅബാലയം. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ് ലല്ലദി ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. ലോകത്തിന് സന്മാർഗമായി അനുഗ്രഹീതമായി ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ പള്ളിയാണ് കഅബാലയം. നമ്മുടെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കഅബ നിർമ്മിച്ചത് ഇബ്രാഹിം നബിയാണെന്നാണ്. അല്ല, കഅബാലയം പുതുക്കിപ്പണിത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്മായിൽ നബിയുമാണ്. കഅബാലയം നിർമ്മിച്ചത് മലായിക്കത്തുകളാണ്. പല പ്രവാചകന്മാർ പല കാലങ്ങളിലായി അത് പുതുക്കി പണിതിട്ടുണ്ട്. ആ പരിശുദ്ധമായ കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് ഇസ്ലാമിലെ ശ്രേഷ്ഠമായ ഇബാദത്തായ നമസ്കാരം നമ്മൾ നിർവഹിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ 5 വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായി ഞാൻ കഅബ കാണുന്നത്. അതിൻ്റെ മുന്നേ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ക്ലാസ്സുകളിലും ഖുതുബകളിലുമൊക്കെ കഅബയെക്കുറിച്ച് പറയാറുണ്ട്. അത് മനസ്സിൽ ഒരു ചിത്രമായി വീഡിയോകളിൽ നിന്നും ഫോട്ടോകളിൽ നിന്നും പതിഞ്ഞിട്ടുണ്ട്. ഒരു രാത്രി 11:30 മണിക്ക് ശേഷമാണ് ഞാൻ കഅബ കാണുന്നത്. ഞാനതൊക്കെ അങ്ങനെ തന്നെ ഓർത്തു വെക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നടന്ന ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമ്മൾ ഓർത്തു വെക്കും അല്ലേ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ കാണാൻ ഏറെ കൊതിക്കുന്നൊരു സ്ഥലമാണ് മക്ക. മക്കയിൽ വിശിഷ്യ മസ്ജിദുൽ ഹറാം, അവിടെ സ്ഥാപിക്കപ്പെട്ട കഅബാലയം, 24 മണിക്കൂറും ജനസാന്നിധ്യമുള്ള സ്ഥലമാണ് കഅബ. ഞാൻ 89ാമത്തെ വാതിലിലൂടെ മത്താഫിലേക്ക് ഇഹ്റാമിൻ്റെ ഡ്രസ്സിൽ പ്രവേശിക്കുമ്പോൾ എൻ്റെ കൂടെ ഏതാനും കുറച്ച് ഹാജിമാർ കൂടി ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവരെയൊക്കെ ഞാൻ മറന്നുപോയൊരു സമയമായിരുന്നു. കഅബാലയം ഞാൻ ആദ്യം കണ്ട സമയം. ഞാൻ മനസ്സ് തുറന്ന് പറയുന്നു, കണ്ണിൽ നിന്നറിയാതെ വെള്ളം നിർഗളിച്ചു പോയൊരു സമയമായിരുന്നു. പിന്നീട് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് വീണ്ടും കാണാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനിയും ആ മണ്ണിലേക്ക് എത്തിപ്പെടാനും ആ പരിശുദ്ധമായ മണ്ണിൽ നിന്ന് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട നന്മകൾ നേടിയെടുക്കാനും നമുക്കൊക്കെ അള്ളാഹു ഇനിയും അവസരം നൽകുമാറാകട്ടെ. എന്തിനാണ് ഇബാദത്തുകൾ എന്ന് ചോദിച്ചാൽ, മനസ്സ് തുറന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മോട് സംസാരിച്ചത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിയ 2 ആയത്തുകളാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഹൃദയത്തെ സംബന്ധിച്ചുകൊണ്ടാണ് ഖുർആൻ സംസാരിക്കുന്നത്. ആരാണോ ഹൃദയത്തെ വിമലീകരിച്ചത്, ആരാണോ ഹൃദയത്തെ പരിശുദ്ധമാക്കിയത്, അവൻ വിജയിച്ചിരിക്കുന്നു എന്നാണ്. പരിശുദ്ധ ഇസ്ലാമിൽ ഒരു മനുഷ്യൻ്റെ ബോഡി പാർട്സുകൾ എടുത്തു നോക്കിയാൽ, ഞാൻ വെറുതെ ഇന്നലെ ഗൂഗിളിൽ കയറിയിട്ട്
ബോഡി പാർട്സിൻ്റെ മാർക്കറ്റിൽ വില അടിച്ചു നോക്കിയപ്പോൾ $55 ലക്ഷം. വെറുതെ നോക്കിയതാണ് അള്ളാഹുവിൻ്റെ നിഅമത്തിൻ്റെ വില അറിയാൻ വേണ്ടിയിട്ട്. $1 എത്ര നോക്കിയപ്പോൾ 83.06 ഇന്ത്യൻ റുപ്പീസ്. ഈ $55 ലക്ഷം 83.06 കൊണ്ട് ഞാനൊന്ന് ഗുണിച്ചു നോക്കിയപ്പോൾ 44 കോടിയിലധികം, 45 കൂട്ടം നമുക്ക് വില വരും നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക്. ഇത് നമ്മോട് ചോദിക്കാതെ നമുക്ക് നൽകിയ കാരുണ്യവാനായ റബ്ബ് നമ്മോടൊന്നു മാത്രമേ പറഞ്ഞുള്ളൂ, ഹൃദയം വിമലീകരിച്ച് എന്നെ കണ്ടുമുട്ടണം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന തന്നെ എന്തായിരുന്നു? ഇബ്രാഹിം നബിയുടെ ഓർമ്മയാണല്ലോ ഹജ്ജും അതിൻ്റെ പരിസരങ്ങളൊക്കെ, അല്ലേ? യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ കൽബോടെ റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കണം. എങ്ങനെയുള്ള ലോകം? അബസവത്തവല്ലയുടെ അവസാനത്തെ ആയത്തുകൾ വായിച്ചാൽ കരഞ്ഞു പോകും. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി. അറിയുന്ന ആയത്തൊക്കെ എൻ്റെ കൂടെ ഓതിക്കൂടെ? നമ്മളെ നന്മയുടെ സദസ്സിലിരിക്കുകയാണല്ലോ, കൂലി കിട്ടിക്കോട്ടെ. വ ഉമ്മിഹി വ അബി വ സ്വാഹിബതിഹി വ ബനി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നി. ഉറ്റവരിൽ നിന്ന് ഉടയവർ പിരിഞ്ഞോടുന്ന ദിവസം. വലാ യുസ്അലു ഹമീമൻ ഹമീമ. ഒരു ഉറ്റബന്ധു മറ്റൊരു ഉറ്റബന്ധുവിനെ കണ്ടാൽ മിണ്ടാത്ത ലോകമാണ്. ആ ലോകത്ത് നമുക്ക് വിജയിക്കണമെങ്കിൽ ഒറ്റ പാതേയം മാത്രമാണ് ജീവിതത്തിൽ വേണ്ടത്, രക്ഷപ്പെട്ട മനസ്സ്. താബിഈ വര്യന്മാരിൽ കിബാറിൽപ്പെട്ട വലിയ വലിയ താബിഈങ്ങളിൽപ്പെട്ട ഒരു മഹാരഥനായ മനീഷികയാണ് ഖത്താദ, മുഫസ്സിർ കൂടിയാണ്. ഖത്താദ റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിക്കുന്ന ഭാഗത്ത് പറഞ്ഞത്, രക്ഷപ്പെട്ട മനസ്സെന്ന് പറഞ്ഞാൽ ഐ അത്തൗഹീദ് എന്നാണ്. തൗഹീദിൻ്റെ ശിർക്ക് കലരാത്ത ഹൃദയമായി എന്നെ കണ്ടുമുട്ടിയവരാണ് ഖൽബുൻ സലീം. അള്ളാഹു അവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ ഖൽബുൻ സലീമിന് അനിവാര്യമായ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം. ഞാൻ എന്തിനാ നേരത്തെ ബോഡി പാർട്സുകളുടെ എണ്ണം പറഞ്ഞത്, വില പറഞ്ഞത്? ആ ബോഡി പാർട്സുകളിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ ഊന്നി ഊന്നി സംശുദ്ധീകരിക്കുന്നത് ഒരവയവത്തെയാണ്. അതാണ് നമ്മുടെ ഖൽബ്, ഹൃദയം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ രൂപങ്ങളിലേക്കല്ല, അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ പുറം പൂച്ചിലേക്കല്ല, വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് അള്ളാഹു നോക്കുന്നത്. സഹോദരങ്ങളെ, ഇബാദത്തുകൾ എത്ര ചെയ്യുന്നു എന്നുള്ളതല്ല, ചെയ്ത ഇബാദത്തുകൾ കൊണ്ട് എത്ര സംശുദ്ധീകരിക്കപ്പെട്ടു നമ്മൾ എന്നുള്ളതാണ് പ്രധാനം. എന്തിനാ നിസ്കാരം? ഇസ്ലാമിലെ നിസ്കാരം തുടങ്ങി ഏത് ഇബാദത്തുകളും നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സദസ്സിലെ വയസ്സന്മാരുണ്ടാവും, യൂത്തിൻ്റെ പ്രായക്കാരുണ്ടാവും, സ്റ്റുഡൻസുകളുണ്ടാവും, ചെറിയ കുട്ടികളുണ്ടാവും, സഹോദരിമാരുണ്ടാവും. അവർക്കൊക്കെ മനസ്സിലാകുന്ന ഒരു ഉദാഹരണം ലോകത്തെ ഏറ്റവും നല്ല അധ്യാപകനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങളുടെ വീടിൻ്റെ അരികിലൂടെ, കേൾക്കാത്ത സംഭവമല്ല ഇത്, ഒരു ശുദ്ധമായ പുഴ ക്രിസ്റ്റൽ വാട്ടറോടെ ഒഴുകിപ്പോകാൻ. അതിൽ നിന്ന് 5 നേരം ആ വീട്ടുടമസ്ഥൻ അല്ലെങ്കിൽ ആ വീടിൻ്റെ ആളുകൾ ശുദ്ധമായി 5 നേരം കുളിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ബോഡിയിൽ അഴുക്കുണ്ടാകുമോ? ആർക്കും മനസ്സിലാവുന്ന ചോദ്യം. സഹാബികളും ഒരുമിച്ച് പറഞ്ഞു, ഇല്ല നബിയെ. എന്തിനായിരുന്നു അത് ചോദിച്ചത്? ഈ സിമ്പിളായ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്തിനായിരുന്നു? ഇതുപോലെയാണത്രേ
5 നേരം അള്ളാഹുവിൻ്റെ മുന്നിൽ കുമ്പിടുന്ന വിശ്വാസിയുടെ ഹൃദയം. അതിൽ അസൂയയില്ല, അതിൽ കുശുമ്പില്ല, അതിൽ മറ്റുള്ള പാപക്കറകളില്ല. നിസ്കാരം കൃത്യമായി നിർവഹിച്ചിട്ടും മനസ്സ് ശുദ്ധമല്ല എങ്കിൽ ഒരു നനഞ്ഞ തുണിക്കഷ്ണം ചുരുട്ടി എറിയുന്നത് പോലെ നിങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ നമസ്കാരത്തെ വലിച്ചെറിയുമെന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു ആ കൂട്ടത്തിലാണ് ഫദയിലുൽ മുസല്ലീനിൻ്റെ ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹൃദയ ശുദ്ധീകരണമാണ് നമസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ഖുർആനിൽ നമുക്കൊക്കെ അറിയുന്ന ഒരായത്തുണ്ടല്ലോ, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. മ്ലേച്ഛ പ്രവൃത്തികളിൽ നിന്നും, അതാണ് ഫഹ്ഷ എന്ന് പറഞ്ഞാൽ ഫാഹിഷുകൾ, വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ തടയുന്ന ഇബാദത്താണ് നമസ്കാരം. നമസ്കാരത്തിൻ്റെ ലക്ഷ്യം ഹൃദയ ശുദ്ധീകരണമാണ്. ഇവിടെ ഹജ്ജിന് പോകുന്ന ഹാജിമാർ അവർ ഈ മഹത്തായ ഇബാദത്ത് ചെയ്യുന്നതും മറ്റൊരു ഭൗതിക ലക്ഷ്യം ഉദ്ദേശിച്ചുകൊണ്ടല്ല, ഹൃദയത്തിൻ്റെ സംസ്കരണത്തിന് വേണ്ടിയാണ്. ഹജ്ജ് ചെയ്ത ആളുകളെ കുറിച്ച് റസൂൽ പറഞ്ഞതെന്താ? ഉമ്മ പ്രസവിച്ച 1-ാം തീയതി ആ പ്രസവിച്ച കുട്ടിയുടെ ഹൃദയം എത്ര വെള്ളക്കടലാസ് പോലെയാണോ അതുപോലെ ഹൃദയം ശുദ്ധീകരിച്ചുകൊണ്ടാണ് ഓരോ ഹാജിമാരും തിരിച്ച് നാട്ടിലേക്ക് പോവുക. ഹൃദയത്തിൻ്റെ ശുദ്ധീകരണമാണ്. എത്രത്തോളം അള്ളാഹുവിലേക്ക് നമ്മൾ ഇബാദത്തുകൾ കൊണ്ട് അടുക്കുന്നുവോ അത്രത്തോളം അള്ളാഹു നമ്മെ കബൂലാക്കിക്കൊണ്ടിരിക്കും, സ്വീകരിച്ചു കൊണ്ടിരിക്കും. എത്രത്തോളം എന്നറിയോ? അള്ളാഹ്ക്ക് ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആകാശത്തുള്ള ജിബ്രീലിനെ വിളിച്ചുകൊണ്ട് പറയും, ജിബ്രീൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിന് ഉദാഹരണമാണ്. ജിബ്രീലിനെ വിളിച്ചുകൊണ്ട് എന്താ പറയാ? എനിക്ക് ഇന്നാലിന്നാളെ ഇഷ്ടമാണ് ജിബ്രീൽ, അതുകൊണ്ട് ഫഉഹിബ്ബു, താങ്കളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടണം. ജിബ്രീൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ ആരെ? ഇബാദത്ത് കൊണ്ട് മനസ്സ് ശുദ്ധീകരിച്ച് കഴിയുന്ന നന്മകളാൽ ജീവിതത്തെ സമ്പന്നമാക്കി നടക്കുന്ന ആളുകളെ അള്ളാഹ് ഇഷ്ടം. ചിലപ്പോൾ ഓരിമുക്കിലിരിക്കണ ഈ ആരെങ്കിലൊക്കെ അള്ളാഹ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എന്നെ, നിങ്ങളെ അള്ളാഹു ആലം. അതിൽ പെടാൻ അധ്വാനിച്ച കൂട്ടരെ. ജീവിതം എന്ന് പറയുന്നത് പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ട് വീണുടഞ്ഞു പോണ കാര്യം. 33 വയസ്സുകാരിയായ ഷബീല എന്ന് പറയുന്ന കൊടുവള്ളിക്കാരിയാണ് വീടിൻ്റെ സിറ്റ് ഔട്ടിൽ തൂണിൽ ഇങ്ങനെ ചാരിയിരിക്കുമ്പോൾ ഇരുന്നിട്ട് ഒരു 5 സെക്കൻഡ് ആയിട്ടില്ല മറിഞ്ഞ് മുറ്റത്തേക്ക് വീണത്. 33 വയസ്സെന്ന് പറയുന്നത് ഭൗതിക കണ്ണുകൾ കൊണ്ട് മറ്റുള്ളവർ വിധി എഴുതുന്ന നമുക്ക് പറയാൻ പറ്റും, മരിക്കാൻ സമയമായിട്ടില്ല. ഷബീല എന്ന് പറയുന്ന പങ്ങളുടെ ശരീരത്തിലൂടെ ഓടുന്ന ഞരമ്പുകൾ തന്നെയാണ് നമുക്കുമുള്ളത്, അല്ലേ? ഒരുപക്ഷെ മുനീർ ഷറഫ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മരണവാർത്ത നാളെ പുലർച്ചെ മുമ്പ് നിങ്ങൾ കേൾക്കുമ്പോൾ പിന്നെ എന്നെ നിങ്ങൾ വിളിക്കുക മുനീർ ഷറഫി എന്നല്ല, മറ്റൊരു പേരാണ്, ഒരു കോമൺ നെയിം, മയ്യിത്ത്. ജീവിതത്തിൽ അവസാന ബെല്ല് മുഴങ്ങാൻ കുറേ സമയമൊന്നും ഉണ്ടാവില്ല. അതിന് മുന്നേ ഹൃദയത്തെ സംസ്കരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയാകട്ടെ നമ്മുടെ ഹജ്ജ് കർമ്മങ്ങളും എല്ലാ നന്മകളും റിയാ കടന്നു വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇഖ്ലാസ് പുതുക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ എത്ര ചെയ്യുന്നു എന്നുള്ളതിലേക്കല്ല കൂട്ടരെ, ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം, നമ്മൾ എത്ര ചെയ്യുന്നു എന്നുള്ളതിലേക്കല്ല അല്ല നോക്കുന്നത്, ചെയ്യുന്നത് എത്രത്തോളം ഇഖ്ലാസോടെയാണ് എന്നുള്ളതാണ് അല്ല നോക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വമാ ഉമിറു, ബാക്കി എന്താ? ഇല്ലാ ലിയഅ്ബുദുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ. ദീനിനെ ഇഖ്ലാസാക്കാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതാകട്ടെ മഹാരഥന്മാരായ സഹാബികൾ അങ്ങനെയായിരുന്നു. ഒറ്റ കാര്യം കൂടെ ചേർത്ത് വെക്കാൻ. ബോറടിക്കണ്ടോ? ചില മുഖങ്ങൾ ഇങ്ങനെ ഇടക്ക് ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്, വാച്ചിൽ നോക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ഈ പ്രസംഗ ഫീൽഡിലൊക്കെ ഉണ്ടായോണ്ടേ നിർത്താൻ അയക്കണമെന്നുള്ളതിൻ്റെ ചില അടയാളങ്ങളാണ് വാച്ചിക്ക് നോക്കലും ക്ലോക്കൊക്കെ നോക്കലും പിന്നെ ഇടയ്ക്കൊരു കോട്ടുവായിടലും, അങ്ങനെ കുറേ സംഗതികളുണ്ട് ഈ വിഷയത്തിൽ. അങ്ങനെ 1-2 മുഖങ്ങൾ കാണുന്നുണ്ട്. ഞാൻ അങ്ങനെ ആയിരിക്കൂല എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. ഞാൻ നിർത്തുകയാണ്. മഹാനായ, നിങ്ങളെപ്പോലെ എല്ലാവർക്കും വിശാലഹൃദയം ഉണ്ടായിക്കൊള്ളുന്നില്ല, ബറക്കല്ല ഉണ്ടല്ലേ.
പിന്നെ മഹാനായ അത്താ ഉസ്സലമ എന്ന് പറയുന്ന താബഈ വര്യൻ, കേൾക്കാത്ത ആരും ഈ കൂട്ടത്തിലുണ്ടാവില്ല. അദ്ദേഹം അറേബ്യൻ രാജ്യം കണ്ട ഏറ്റവും നല്ല കാർപ്പറ്റ് കച്ചവടക്കാരനാണ്. ഇന്നത്തെ പോലെ കമ്പനികളും മെഷീൻസുകളൊന്നുമില്ല അല്ലേ. ഹോം മെയ്ഡ് അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡ് എന്നൊക്കെ പറയും. കൈ കൊണ്ടുണ്ടാക്കുന്ന പുതപ്പ് തുന്നി ഉണ്ടാക്കിയിരുന്ന, അതും കാട്ടുമുള്ളുകളിൽ നൂലുകൾ കെട്ടിവെച്ച് സുന്ദരമായി ഒരുപാട് സമയമെടുത്ത് പുതപ്പും കാർപ്പറ്റൊക്കെ ഉണ്ടാക്കിയിരുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പുതപ്പൊക്കെ അന്യരാജ്യങ്ങളിൽ ബുക്കിടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം കച്ചവടത്തിന് വേണ്ടി കുറച്ച് പുതപ്പുകൾ ഇങ്ങനെ നിരത്തി വെച്ച് ഒരു കസ്റ്റമർ വരികയാണ് കടയിലേക്ക്, ഷോപ്പിലേക്ക്, അത്താഉസ്സലമയുടെ കടയിലേക്ക്. ഒരു പുതപ്പെടുത്തിട്ട് ഇങ്ങനെ കുടഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ നോക്കി, കസ്റ്റമർ നോക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, വളരെ ഭംഗിയായിട്ടുണ്ടല്ലോ അത്താഉസ്സലമ, പക്ഷേ താങ്കൾ ഇവിടെ തുന്നിയിരുന്ന ആ നൂല് കുറച്ചുകൂടി ഇപ്പുറത്തായിരുന്നെങ്കിൽ ഒന്നുകൂടെ ഭംഗിയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. അതാർക്കും ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, ഈ കസ്റ്റമർ ഇതും പറഞ്ഞ് അത്താഉസ്സലമയെ നോക്കിയപ്പോണ്ട് ചുവന്ന കണ്ണുകളോടെ വിതുമ്പിക്കരയാണ്. അപ്പം ഞാനെൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്, അത്താഉസ്സലമ സങ്കടപ്പെടുത്തിയതല്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒന്നുകൊണ്ടുമല്ല കരഞ്ഞത്, ഞാൻ എൻ്റെ ചിന്തയെ നേരെ എന്തും ബാക്കിയാകുന്ന അവസാനിക്കാത്ത അനന്തമായ പരലോകത്തേക്ക് കൊണ്ടുപോയി. അവിടെ അത്താഉസ്സലമയുടെ നമസ്കാരമാകുന്ന പുതപ്പല്ല അങ്ങനെ കുടഞ്ഞു നിർത്തി നോക്കും. അത് 2024 ഇന്നത്തെ ളുഹറാകാം, നിസ്കരിച്ച് അവസാനമായി തീർത്തു വെച്ച മഗ്രിബിയാകാം. അതിങ്ങനെ നിർത്തിയിട്ട് അല്ലാഹ് പറയും, മോനെ, ഇതിൽ ഈ നമസ്കാരമാകുന്ന പുതപ്പിൽ സുജൂദാകുന്ന നൂല് അത് ശരിയായിട്ടില്ലല്ലോ, റുക്കുവാകുന്ന നൂല് ശരിയായിട്ടില്ലല്ലോ എന്ന് അത്താഉസ്സലമയോട് നാളെ അല്ലാഹ് പറഞ്ഞാൽ ഞാനതെങ്ങനെ രണ്ടാമത് നന്നാക്കിയെടുക്കും? ഈ പുതപ്പ് വേണമെങ്കിൽ എനിക്ക് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ആക്കാൻ പറ്റും എന്ന് ചിന്തിച്ച സലഫുകൾ. നമുക്കാകട്ടെ സഹോദരങ്ങളെ, എത്രത്തോളം ഈമാനിൻ്റെ അന്തരീക്ഷത്തിലേക്ക് മടങ്ങുന്നോ അത്രത്തോളം വിനയപ്പെടാൻ, നന്മയിൽ മുന്നേറാൻ, പ്രതിസന്ധികളിൽ ഒരു മലവെള്ളപ്പാച്ചിലിൻ്റെ മുന്നിൽ ധീരതയോടെ നിലനിൽക്കാൻ ഇസ്ലാം ഒരു മനുഷ്യനെ ശീലിപ്പിക്കുകയാണ്. അതായിരുന്നു മുൻഗാമികളിൽ നമ്മൾ കണ്ടത്. നമ്മുടെ ലക്ഷ്യം ഒന്നു മാത്രം. അതെന്താണ്? ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ജ്വലിക്കുന്ന നരകത്തിൽ നിന്നുള്ള രക്ഷപ്പെടലാണ്, സ്വർഗീയാരാമങ്ങളിലേക്കുള്ള പ്രവേശനമാണ്. മരിക്കുമ്പോൾ നമുക്ക് കാണും സ്വർഗത്തിൽ നമുക്ക് വേണ്ടി അള്ളാഹ് ഒരുക്കി വെച്ച ഇരിപ്പിടം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഒരു മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ എത്ര മയ്യത്തുകൾ അല്ലേ. ഇന്നലെ ബഹുമാനായ അഷ്റഫ് ജിയുടെ വീട്ടിലേക്ക് ഞാൻ എൻ്റെ ഫാമിലിയും പോയപ്പോൾ അവിടെ ഇരുന്ന ഒരാളിനോട് പറഞ്ഞു, 5 മയ്യത്തുകളാണ് ഇന്ന് ഈ നാടിന് സാക്ഷിയായത് എന്നാണ് അല്ലേ. അങ്ങനെ ഞാൻ ആരെയും അറിഞ്ഞൂടാ, പക്ഷേ എനിക്ക് പറ്റാവുന്നിടത്തൊക്കെ ഞാൻ മയ്യത്ത് നിസ്കരിക്കാൻ എത്താറുണ്ട്. അതൊരു പുണ്യകർമ്മമായതുകൊണ്ട് അല്ലേ. അല്ലാതെ ഒരാളെ പരിചയപ്പെടണമെന്നും അറിയണമെന്നൊന്നുമില്ലല്ലോ. അത് പറഞ്ഞു തന്നെന്തിനാ? നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്ന ആളുകളായിരിക്കാം. ആ മയ്യത്തിനെ ഏന്തിക്കൊണ്ട് ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് നമ്മുടെ മയ്യത്ത്, നമ്മളാകുന്ന മയ്യത്തിന് വിളിച്ചു പറയാൻ പറ്റണം, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ വേഗത്തിൽ കൊണ്ടുപോകൂ എന്നാണ്. വേഗത്തിൽ കൊണ്ടുപോകൂ, വേഗത്തിൽ കൊണ്ടുപോകൂ എന്നാണ്. എന്തായിരുന്നു ഈ ദുനിയാവിലെ തൻ്റെ കരിയറിൽ നേടിയെടുത്ത എല്ലാം വിട്ടുവെച്ചുകൊണ്ട് പോകുമ്പോൾ ഭാര്യ തട്ടത്തിൻ്റെ തലപ്പ് കണ്ണിലിങ്ങനെ ഇടക്ക് ഒപ്പിയിട്ട് കരയുന്നുണ്ട്, കുട്ടികൾ കരയുന്നുണ്ട്. ഇനി ഭാര്യയാണ് മരിച്ചതെങ്കിൽ മറ്റു വേണ്ടപ്പെട്ടവർ കരയുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ പറയുന്നത് എന്താ? എന്നെ വേഗം കൊണ്ടുപോകൂ എന്നാണ്. അത്ര സുഖസുന്ദരമായ കാഴ്ച കണ്ടുകൊണ്ടാണ് കൂട്ടരെ യാത്രയാകുന്നത് പോലും. ഖബറിൽ ചോദ്യങ്ങൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരമണിക്കൂറിൻ്റെ ഉള്ളിൽ നീ ആദ്യ രാത്രിയിൽ നിൻ്റെ ഭാര്യയുടെ കൂടെ, നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ എങ്ങനെയായിരുന്നുവോ സന്തോഷത്തോടെ കിടന്നുറങ്ങിയത്, അതുപോലെ നീ ഉറങ്ങിക്കോ എന്ന് മലക്കുകൾ പറഞ്ഞ് തിരിച്ചു പോകുന്ന ലോകം. അതിന് പെടാൻ നമുക്ക് സാധിക്കട്ടെ. ഹറാമുകളുണ്ടെങ്കിൽ സമയം കളയാതെ വിട പറയുക, കൂടുതൽ കൂടുതൽ നന്മയിലേക്ക് അടുക്കുക.
കാരണം സമയം കുറവാണ്. ഇവിടെ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ക്ലാസ് നമ്മൾ വെച്ചത്. ആരൊക്കെയാണ് ഇവിടുന്ന് പോണത് കുറച്ച് ആൾക്കാർ അറിയുള്ളൂ. ആളുകൾക്കൊക്കെ മൈക്കിൻ്റെ മുമ്പിൽ വന്ന് പറയാൻ എന്തുണ്ട്, ഇന്ന് അവസരമുണ്ട് കേട്ടോ. അപ്പം മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴുള്ള വികാരം എന്താണ്? ഷറഫിങ്ങനെ എപ്പോഴെപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ എന്താ ഷറഫിക്ക് ഉണ്ടാകുന്ന വികാരങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നിക്കുമ്പോൾ കൂടി മനസ്സിലാവും. ക്യാമറ ഉണ്ടെങ്കിൽ പിന്നെ വികാരം പറയും വേണ്ട, ഭയങ്കര രസമാണ്. ഓരോ പ്രയോഗങ്ങളും സൂക്ഷ്മതയോട് കൂടിയാകണം എന്നുകൂടിയുള്ള ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ കൂട്ടുകാരന്മാരോട്, അല്ലേ? അതായത് വെള്ളിയാഴ്ചയൊക്കെ കുത്തുബക്ക് മിമ്പർമ കയറുമ്പോൾ എനിക്കന്ന് സുബഹി മുതൽ ബേജാറാണ്. അതെൻ്റെ ഉസ്താദന്മാരൊക്കെ നിന്ന് കിട്ടിയ എനിക്ക് ആ നന്മ. കാരണം എന്താ അറിയോ, നിങ്ങൾ തോന്നുന്നുണ്ടാവും ഇപ്പോൾ കുറേ കൊല്ലമായിട്ട് ഇവർ പറയണല്ലേ ഇവർക്കൊക്കെ ഈസി ആയിരിക്കും. പക്ഷേ അതങ്ങോട്ട് കയറിയിട്ട് ആ കുത്തുബ കഴിഞ്ഞിറങ്ങോളം നമുക്ക് നല്ല ബേജാറാണ്. കാരണം എന്താ, ദീന് കൊണ്ടാണ് കളിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ ബേജാറാക്കാറല്ല ഞാനതൊന്നും പറഞ്ഞു കേട്ടോ, നിങ്ങളോട് ഒന്ന് ഉഷാറാക്കാനാണ് പറഞ്ഞത്. അതിൻ്റെ മറുവശങ്ങൾ അങ്ങനെ വായിക്കണം. ഇൻഷാ അല്ലാഹ് ഇവിടെ ചെയ്യേണ്ടതെന്താ വെച്ചാൽ ഹജ്ജിന് പോകുന്ന ആളുകളോടൊന്ന് പരിചയപ്പെടുത്തുക, അല്ലേ? പിന്നെ പോകുന്ന ഡേറ്റ് പറയുക. അതൊന്നും അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും പോണ വഴിക്ക് കുഴപ്പങ്ങളൊന്നുമില്ലാതെ പോകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ, പരസ്പരം വസിയത്ത് ചെയ്യുക. കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഹജ്ജ് ചെയ്ത് തിരിച്ചു പോരാനുള്ള തൗഫീഖ് ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക. അതുപോലെ ഈ ഇരിക്കുന്ന സാധുക്കളായ ഞങ്ങൾക്കൊക്കെ, അതോടൊപ്പം തന്നെ ഹജ്ജ് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഈ കൊച്ചു സംഘടന, ഇതിൻ്റെ മുന്നിൽ നമുക്ക് വേണ്ടി ഓടി നടക്കുന്ന എത്രയോ പാവപ്പെട്ട നിഷ്കളങ്കരായ പ്രവർത്തകരുണ്ട്, അല്ലേ? നമുക്ക് വേണ്ടി ഈ ഹക്കിനെ എന്നും നമ്മുടെ വീടകങ്ങളിലേക്ക് നൽകുന്ന ഒരുപാട് ആത്മാർത്ഥരായ പ്രവർത്തകരുണ്ട്. അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒട്ടനവധി ആളുകൾ ശിർക്കിലാണ്, ബിദഅത്തിലാണ്. ഹിദായത്തിൻ്റെ മാർഗം അവർക്കൊക്കെ തുറന്നു കിട്ടാൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരിടം കണ്ടെത്തണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അധ്യക്ഷൻ്റെ അനുമതിയോടെ എൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മബ്റൂറും മഖ്ബൂലുമായ ഹജ്ജ് ചെയ്ത് തൗഫീഖോടെ ആഫിയത്തോടെ തിരിച്ചു വരാൻ നമ്മുടെ ഹാജിമാർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറ്റൊരു വിഷയം ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നമ്മുടെ കൊച്ചനുജന്മാർ ഫുൾ A+ വാങ്ങിച്ച അഞ്ചത്തിമാർ, അവർക്ക് ഉള്ള അനുമോദനം കൂടി ഇന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അടുത്ത നമ്മുടെ സെക്ഷൻ ഈ പ്രാവശ്യം ഹജ്ജിന് പോകുന്ന നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയാണ്. നിങ്ങളോടൊപ്പം ഹജ്ജിന് പോകുന്ന എൻ്റെ അനുജൻ അബ്ദുറൌഫ് ഇവിടെ വേദിയിലുണ്ട്. ആദ്യമായി അദ്ദേഹത്തെ ഇതിനെ ക്ഷണിച്ചുകൊള്ളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരെ, ഇവിടെ 2 പരിപാടികളാണ് ഒരുമിച്ച് നടക്കുന്നു പറഞ്ഞു. ഒന്ന്, ഈ വർഷത്തെ അള്ളാഹുവിൻ്റെ അതിഥികളായി ഹജ്ജിന് പോകുന്ന ആളുകൾക്കുള്ള ഒരു യാത്രയപ്പം. രണ്ടാമതൊന്ന്, കഴിഞ്ഞ SSLC അതുപോലെ +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവുമാണ്. ഞാൻ രണ്ടും കൂടി ചേർത്ത് വായിച്ചപ്പോൾ ചെറിയൊരു സാമ്യത കാണുന്നുണ്ട്. ഒന്ന്, കഴിഞ്ഞ 10-12 വർഷക്കാലത്തെ പ്രയത്നം സഫലമായി എന്നതിനുള്ള ചെറിയൊരു ഉദാഹരണമാണ്. അവർക്ക് ഏറ്റവും ഉത്തമമായ വിജയം നേടാൻ കഴിഞ്ഞു, നല്ല മാർക്കോട് വിജയിക്കാൻ കഴിഞ്ഞു. അങ്ങനെ കുടുംബത്തിലും നാട്ടിലും എല്ലാവരുടെ മുമ്പിലും അഭിമാനിയായി അവർക്ക് കഴിയാനുള്ളൊരു അവസരം ലഭിച്ചു എന്നുള്ളതാണ് ഒന്ന്. അതോടൊപ്പം ഹയർ സ്റ്റഡിക്ക് ഏറ്റവും നല്ല അവസരം നേടുവാനുള്ളൊരു അവസരവും. അതേപോലെയാണ് ഒരുപക്ഷെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആരാധനയുടെ മർമ്മപ്രധാനമായൊരു ഭാഗമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഒരേ ഒരു പ്രാവശ്യം നിർബന്ധമാകുന്ന ഹജ്ജ് കർമ്മം. അവൻ്റെ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളും സ്വീകാര്യമാവുകയും അവൻ്റെ തിന്മകളെല്ലാം പൊറുക്കപ്പെടുകയും ചെയ്ത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ
ഹജ്ജിന് പ്രതിഫലമായി നിശ്ചയിക്കാനുള്ളത് സ്വർഗം മാത്രമാണ്. അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായ അഭിലാഷമായ സ്വർഗം നേടുവാനും അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും മനുഷ്യരുടെയും ഒക്കെ ഇടയിൽ നല്ല പേര്, സൽകീർത്തി, മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രമൊക്കെ ഇവിടെ പറഞ്ഞല്ലോ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിൽ ഒരു ഭാഗം ഇത് തന്നെയാണ്: എന്നെ പിൽക്കാലക്കാരിൽ സൽകീർത്തിയുള്ള നല്ലത് പറയുന്നവർ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്ന് പറയുന്ന ഭാഗവും കൂടി. അപ്പോൾ അള്ളാഹുവും മലക്കുകളും മനുഷ്യരുമൊക്കെ നമ്മെക്കുറിച്ച് നല്ലത് പറയാൻ, പരലോകത്ത് ഉന്നതമായ സ്വർഗം പുൽകാനുള്ള ഈ ഒരു അവസരമാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഒറ്റ കാര്യം മാത്രമാണ്, ഇൻഷാ അല്ലാഹ് ഈ വർഷത്തെ ഹജ്ജിന് ഞാനും അതുപോലെ ഇവിടെ മറ്റു പലരുമുണ്ട്. ആ പോകുന്ന ആളുകൾക്ക് എന്താണോ അള്ളാഹും റസൂലും പഠിപ്പിച്ച രീതിയിലുള്ള ഹജ്ജ്, എന്താണോ അതിനുള്ള പ്രതിഫലമായി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത്, അതേപോലെ ആരോഗ്യപൂർവമായ രീതിയിൽ ഹജ്ജ് ചെയ്യുവാനും ആ പ്രതിഫലം നേടുവാനുമുള്ള ഒരു തൗഫീക്കിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് ഇതുപോലെ പ്രാർത്ഥന വസിയത്ത് ചെയ്തിരിക്കുന്ന പലരുമുണ്ട്. എല്ലാവരുടെയും പേരുകൾ ഓർക്കുന്നില്ലെങ്കിലും ആവശ്യമില്ലെങ്കിലും ആ പ്രാർത്ഥനാ വേളയിൽ നിങ്ങളെല്ലാം എൻ്റെ പ്രാർത്ഥനയിൽ ഉണ്ടാകും എന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. 8-ാം തീയതിയാണ് ഇൻഷാ അല്ലാഹ് ഫ്ലൈറ്റ് ഉള്ളത്. കണ്ണൂരിൽ നിന്നാണ് പോകുന്നത്. 7-ാം തീയതി പുറപ്പെടണമെന്നാണ് കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുള്ളത്. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇപ്രാവശ്യത്തെ ഹജ്ജിൽ ഞാനും എൻ്റെ ഭാര്യയും പോവുകയാണ്. പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. പ്രത്യേകിച്ച് ആദർശ സുഹൃത്തുക്കൾ, നമ്മളെല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഒന്നിച്ച് ഈ ദഅവാ രംഗത്തൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്നവരാണ്. ഇൻഷാ അല്ലാഹ് പ്രത്യേകിച്ച് തൗഹീദുള്ളവരാണ്. അതേപോലെ തന്നെ നിങ്ങളൊക്കെ ദുആകളാണ് പ്രത്യേകിച്ച് നമ്മൾക്ക് ഉണ്ടാവേണ്ടത്. മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്ത് തിരിച്ചു വരാനുള്ള തൗഫീക്ക്, അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അങ്ങേയറ്റത്തെ അകമഴിഞ്ഞൊരു പ്രാർത്ഥന നമ്മുടെ പേരിലൊക്കെ, കുടുംബത്തിൻ്റെ പേരിലൊക്കെ, അതേപോലെ ഇപ്രാവശ്യം പോകുന്നവരുടെ പേരിലൊക്കെ നിങ്ങൾ പ്രത്യേകം നിങ്ങളുടെ താവച്ചത്, അതേപോലെ മറ്റുള്ള അവസ്ഥകളിലൊക്കെ നിങ്ങൾ ദുആ ചെയ്യണം. ഷറഫി പറഞ്ഞ പോലെ സ്റ്റേജ് ആദ്യമായിട്ടാണ് അഭിമുഖീകരിക്കുന്നത്. അതിൻ്റേതായൊരു ഫിയർ ഉണ്ട്, സ്റ്റേജ് ഫിയർ. ഇൻഷാ അല്ലാഹ് റെഡിയാവും. അപ്പം ഇൻഷാ അല്ലാഹ് ഞാൻ 2-ാം തീയതിയാണ് യാത്ര. 1-ാം തീയതി ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് പുറപ്പെടും. ഏകദേശം ഒരു മഗ്‌രിബോട് കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങും. ഇൻഷാ അല്ലാഹ് 28-ാം തീയതി 29-ാം തീയതി തിരിച്ചു വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങളെല്ലാവരും കോഴിക്കോട് നിന്ന് യാത്ര 2-ാം തീയതി, അതായത് 1-ാം തീയതി പോകും ഇൻഷാ അല്ലാഹ്. പ്രത്യേകിച്ച് നിങ്ങളൊക്കെ ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഈ കൊല്ലത്തെ ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. ആദ്യം ഡേറ്റ് കിട്ടി 23-ന് ഇവിടുന്ന് പോകണം എന്നുള്ള പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ വലിയ ഡേറ്റ് കിട്ടുമ്പോൾ അത് ഡയറക്റ്റ് 9-ാം തീയതിയായി. ഇൻഷാ അല്ലാഹ് 4-ാം തീയതി രാത്രിയത്തെ വണ്ടിക്ക് ഇവിടുന്ന് ബോംബെയിൽ പോകുന്നു. ബോംബെയിൽ നിന്നാണ് ഞങ്ങൾ 3 പേര്, 3 ജ്യേഷ്ഠന്മാർ കൂടിയിട്ടുള്ള യാത്രയാണ്. എന്തെങ്കിലും ആരെങ്കിലും ബാക്കിലോ എന്തെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പുറത്തു തരണം. ഞങ്ങൾ ഹജ്ജ് മഖ്ബൂലായ ഹജ്ജാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇത്രയും മാത്രം. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഈ മൈക്കുമായിട്ട് വലിയ ബന്ധം എനിക്കില്ലാത്തതാണ്. അതിൻ്റെ പുറമെ ഷറഫി പറഞ്ഞിട്ടാവും പോയി, അതൊക്കെ ധൈര്യം പോയിട്ടാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് അള്ളാഹിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇപ്രാവശ്യത്തെ ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് അള്ളാഹ് നമുക്ക് ഒരു അവസരം കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കൂട്ടായ്മയായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ചൊക്കെ നമ്മൾ ഒന്നിച്ച് പ്രവർത്തിച്ചവരുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും വാക്കും പലതും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടാവും. എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണമെന്ന് ആദ്യമായിട്ട് പറയാമെന്ന്. പിന്നെ ഇതുപോലെയുള്ള യാത്രയപ്പം കാര്യങ്ങൾക്ക് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇതൊക്കെ വേണോ എന്നുള്ളത്. എന്തിനാപ്പോൾ ഇത്, അതൊരു എന്താ പറയുക, ഒരു റിയായിൻ്റെ ഭാഗമായിട്ട് വരുമോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷേ മറ്റൊരു തരത്തിൽ ഇത് ചിന്തിക്കുകയാണെങ്കിൽ ദീനിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണല്ലോ നമ്മുടെ ഹജ്ജ്.
അതിന് പോകുന്നവർക്ക് പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളത് നിലവിലുള്ളവർക്കും അതൊരു പ്രചോദനമായി തീരുമല്ലോ എന്ന് മറ്റൊരു വശവും കൂടി ഉണ്ട് എന്നുള്ളത് പലപ്പോഴും ഒരു ആശ്വാസമാകാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ പോകുന്നത് 1-ാം തീയതിയാണ് പോകുന്നത്. 31-ാം തീയതി ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് പുറപ്പെടും. ഒരു ദിവസം മുമ്പ് കണ്ണൂരിൽ നിന്നാണ് പോകുന്നത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊന്നും പറയാനുള്ള, പിന്നെ നമ്മുടെ ഈ ഒരു കൂട്ടായ്മൻ്റെ ഭാഗമായിട്ട് ഒരു സ്ഥാനം, അതായത് ഒരു അലങ്കാരികമായിട്ടുള്ളതെന്ന് പറയാനേ ഉള്ളൂ. സെക്രട്ടറിയായിട്ട് നമ്മുടെ പഠനൻ്റെ യൂണിറ്റിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ ആ ഒരു പൊസിഷൻ ആരെങ്കിലും സ്വമേധ ഒന്ന് തൽക്കാലത്തേക്ക് ഏറ്റെടുക്കണമെന്ന് ഉള്ള ഒരു അഭ്യർത്ഥനയും കൂടിയുണ്ട്. കാരണം അത് ഇവിടെ പ്രവർത്തിക്കൽ നമ്മളെല്ലാവരും ഒന്നിച്ചിട്ടാണ് പ്രവർത്തിക്കില്ല, പ്രത്യേകിച്ച് സെക്രട്ടറി പ്രസിഡൻറ്റ് എന്നുള്ളതൊന്നുമില്ല. പക്ഷേ എന്നാലും നമ്മുടെ പിന്നെ സ്റ്റേറ്റിൽ നിന്നും അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ ഏതെങ്കിലും കോൾ വരികയും എന്തെങ്കിലും മീറ്റിങ്ങിനൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ആരെങ്കിലും തന്നെ അത് ഏറ്റെടുക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ്. അപ്പം വേറെ ആരും എൻ്റെ ഓർമ്മയിൽ വിട്ടവരില്ലല്ലോ, ഇവിടെ സദസ്സിലില്ലല്ലോ. എന്നാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ നജ്മി ഇതൊന്ന് കൺക്ലൂഷൻ ചെയ്യും. ഞാൻ അത് ക്ഷണിച്ചോളൂ. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد فيا أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ നാട്ടുകാരെ, ഹാജിമാരെ, അള്ളാഹുവിൻ്റെ അതിഥികളെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വിളിപ്രകാരം അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചവർക്കെല്ലാം അന്ന് ആ വിളിയിൽ കേട്ടവരെല്ലാം ഈ വർഷം പോവുകയാണ്. അതിൽ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് കുറച്ച് പേര്. അള്ളാഹു എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ യാത്രകളെല്ലാം അള്ളാഹു എളുപ്പമാക്കി തീർക്കുമാറാകട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നീക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വീകാര്യമായ പുണ്യകർമ്മമായ ഹജ്ജ്, അതിന് സ്വർഗമാണ് പ്രതിഫലമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. നമ്മൾ കറകറന്ന മനസ്സുമായി ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. മാനുഷികമായി അള്ളാഹുവിനോട്, മനുഷ്യരോട്, സമൂഹത്തോട് പല തെറ്റുകൾ ചെയ്തവരാണ്. ആ തെറ്റുകളെല്ലാം തന്നെ കഴുകിക്കളഞ്ഞ് ഇനിയൊരു തെറ്റിലേക്ക് പോകാതെ ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെയാകണം ഇനി മുതലുള്ളൊരു ജീവിതം എന്ന ദൃഢനിശ്ചയമാണ് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി മേലിൽ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, ആ തെറ്റുകളിലേക്ക് ഇനി മടങ്ങില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്ന ആ സിഫത്തൊന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു ചെറിയ കുട്ടിയെ പ്രസവിച്ച എപ്രകാരമാണോ ആ കുട്ടിയുടെ മനസ്സും ആ സാഹചര്യവും ആ ചുറ്റുപാടും ഇതുപോലെയുള്ള ഒരു മനസ്സായി പരിശുദ്ധ കർമ്മമായ ഹജ്ജ് ചെയ്തുകൊണ്ട് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് ഉത്തരത്തിൽ അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഞാനിതാ വന്നിരിക്കുന്നു, ഇനി മുതൽ എന്നിൽ നിന്ന് ഒരു പാവങ്ങളോ മറ്റുള്ളതൊന്നും എന്നിൽ നിന്നുണ്ടാകില്ല എന്ന നിശ്ചയം ചെയ്യാൻ വേണ്ടിയാണ് ഓരോ ഹാജിമാരും പോകുന്നത്. അക്കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് വന്നു. നിമിതങ്ങൾ ആരോ സഖീഫ് ഗോത്രത്തിൽപ്പെട്ട ഒരാളോട് എന്തോ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു വന്ന് പറഞ്ഞു, എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവിടെ ഇരിക്കുക, ഞാൻ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം ആ വാക്കുകോട്ട്
അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല അവിടെ ഇരുന്നു. സഖീഫ് ഗോത്രത്തിൽപ്പെട്ട ആള് വന്ന വ്യക്തി പലതും ചോദിച്ചുകൊണ്ടിരിക്കുക. അവസാനം അദ്ദേഹത്തിൻ്റെ ചോദ്യം കഴിഞ്ഞു. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് തിരിഞ്ഞു നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് പറയുകയാണ്, യാ ഉമർ ഇബ്നു ഉമർ, അബ്ദുല്ലാഹ്, നീ വന്നത് ഹാജിമാർക്കുള്ള പ്രതിഫലത്തെക്കുറിച്ച് ചോദിക്കാനല്ലേ? അതേ റസൂലുള്ളാഹ്. ഹറഫായിൽ കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ചല്ലേ ചോദിക്കാനല്ലേ നീ വന്നത്? അതെ. ജംറകൾ എറിയുന്നതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചല്ലേ ചോദിക്കാൻ വേണ്ടി വന്നത്? അതെ യാ റസൂലല്ലാഹ്. അപ്രകാരം തന്നെ അവസാനമായി ഇഫാദത്തിൻ്റെ തവാഫ് ചെയ്യുന്ന അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചല്ലേ ചോദിക്കാൻ വേണ്ടി വന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല ഏതൊരു കാര്യമാണോ ചോദിക്കാൻ വേണ്ടി വന്നത്, ആ ചോദ്യങ്ങൾ അങ്ങോട്ട് പറയാണ്. മാ അഖ്തഅത യാ റസൂലല്ലാഹ്, മാ അഖ്തഅത യാ റസൂലല്ലാഹ്, ഈ കാര്യങ്ങൾ ചോദിക്കാൻ ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ഹാജ് തൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സന്ദർഭം മുതൽ, ഒരു ഹാജി തൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് മുതൽ അവൻ വെറുക്കുന്ന അവൻ്റെ വീട്ടിൻ്റെ പുറത്ത് വെക്കുന്ന ഓരോ ചവിട്ടടിക്കും തക്തബലു ഹസനാത്ത്, നന്മകൾ എഴുതാൻ തുടങ്ങിയെന്ന നന്മകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ചവിട്ടടിക്കും. നമ്മൾ കേരളത്തിൽ നിന്ന് പോകുന്ന ആൾക്കാർ ഒരുപാട് സഞ്ചരിക്കാറുണ്ട്. എത്ര ചവിട്ടടികൾ മക്കയിലേക്ക് എത്താൻ വേണ്ടി. അപ്രകാരം തന്നെ അവൻ ചെയ്യുന്ന എല്ലാ പാവങ്ങളും ഓരോ ചവിട്ടടിക്കും അവൻ്റെ പാപങ്ങൾ മായ്പിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്രകാരം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അറഫായിൽ നിൽക്കുന്ന ആ പ്രതിഫലത്തെക്കുറിച്ച് എനിക്ക് അറിയണ്ടേ? അന്ന് അല്ലാഹു തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. പകലിൽ ഇറങ്ങി വരുന്ന ദിവസം അല്ലാഹു തആല അറഫാ ദിനം. മക്കളൊക്കെ സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് രാത്രിയുടെ അവസാന യാമങ്ങളിലാണ് എല്ലാ ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങുന്ന. പകൽ സമയത്ത് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫായിൽ നിൽക്കുന്ന ജനസമുച്ചയത്തിന് മലക്കുകളെ വിളിച്ച് കാണിച്ചു കൊടുക്കും. മലക്കുകളെ വിളിച്ച് നോക്കി എൻ്റെ അടിമകളെ എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നട്ടുച്ച സന്ദർഭത്തിൽ കഠിനമായ ഉഷ്ണത്തിലും ചൂടിലും അവർ എന്ത് പ്രതീക്ഷിച്ചാ വന്നിരിക്കുന്നത്? അന്നീഖദ് ഗഫർതു ലഹും, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തുന്നു. അവർ എന്താണോ ചോദിക്കുന്നത്? സ്വർഗത്തെയാണ് അവർ ചോദിക്കുന്നത്. സ്വർഗം അവർ കണ്ടിട്ടുണ്ടോ? ഇല്ല. അവർ കണ്ടാൽ എന്തായിരിക്കും അവിടെ അവസ്ഥ? അതുകൊണ്ട് അവർക്ക് സ്വർഗം കൊടുക്കുക. നരകത്തെക്കുറിച്ച് അവർ കാവലിനെ തേടുന്നു. നരകത്തെ കണ്ടോ? നരകത്തെ കണ്ടില്ല. നരകത്തെ കണ്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും? അവർ നരകത്തിൽ നിന്ന് മോചിപ്പിക്കൂ എന്ന് പറയുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓരോ ഹാജും ജംറകൾ എറിയുന്നില്ല, എറിയുന്ന കല്ലുകൾ നാളെ ഖിയാമത്ത് നാളിൽ അവനെ പ്രകാശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അവനിക്ക് അവൻ എത്രത്തോളം ഖിയാമത്ത് നാൾ വരെ അവൻ എറിഞ്ഞതിൻ്റെ കല്ലുകളുടെ പ്രതിഫലം അവനിക്ക് ലഭിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇതുപോലെ ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു പുണ്യമായ കർമ്മത്തിന് വേണ്ടിയാണ് നിങ്ങൾ പുറപ്പെടുന്നത്. നിങ്ങൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് അള്ളാഹു ആദരിച്ച സ്ഥലമാണ്. അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞ സ്ഥലമാണ്. ആദർശത്തിൻ്റെയും ആരാധനയുടെയും വിശ്വാസത്തിൻ്റെയും ഭാഗമായ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നമ്മൾ അടിപതരരുത്. തെറ്റുകൾ ചെയ്യാൻ പാടില്ല. തെറ്റുകളിലേക്ക് നോക്കാൻ വേണ്ടി പാടില്ല. തെറ്റായ കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പാടില്ല. നമ്മൾ കിട്ടുന്ന അവിടെ ഓരോ സുബ്ഹാനല്ലാഹ്ക്ക് ലഭിക്കുന്ന പ്രതിഫലം ലക്ഷങ്ങളുടെ പ്രതിഫലമാണ്. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓരോ റക്അത്തിനും 1,00,000 പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ കഴിവതും ഹസനാത്തുകൾ, നന്മകൾ, ദിക്റുകൾ, ഖുർആനോത്തുകൾ, എന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ അതിൽ മുഴുകിക്കൊണ്ട് കഴിയണം. ഞാൻ 10-23 വർഷം മക്കയിൽ താമസിച്ചതാ. എനിക്കറിയാം അറഫാന്റെ ദിവസം വരെ അറഫ അന്ന് അവിടെ നടക്കുക, സമ്മേളിക്കുക. പക്ഷേ നമ്മുടെ ചില ആൾക്കാർ കടകളിൽ വിസിറ്റാ ഏക്കിത്തിനെ ചോദിച്ച് നടക്കുക. ഇതിനെത്ര വരിക? ഇന്ത്യക്ക് പൈസ കിത്തിനെ, പിന്നെ അതാ പിന്നെ കണക്ക് കൂട്ടുക. ഇത് എത്രയും ചോദിച്ച് ഇത്ര റിയാലാന്ന് പറഞ്ഞാൽ
ഇന്ത്യൻ്റെ പൈസ എത്രയാ? അടുത്ത ചോദ്യം അതാ. അതിങ്ങനെ കണക്കുകൊണ്ട് എപ്പോൾ അറഫയിൽ ആൾക്കാർ ലക്ഷങ്ങൾ മുടക്കി ഹജ്ജിന് പോയ ആൾക്കാർ, പല ആൾക്കാരും ഹജ്ജ് ചെയ്യാതെ പേരിന് ഹാജിയായിട്ട് തിരിച്ചു പോകുന്നവരുണ്ടാകും. പക്ഷേ നമ്മളെ സമയങ്ങളും നമ്മളോട് ഖുദൂ അന്നീ മനാസിക്കക്കും ഞാൻ നിങ്ങളോട് സഹാബത്തിന് ജീവിതത്തിൽ ഒരു ഹജ്ജ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ രേഖപ്പെടുത്തുന്ന സഹാബത്തെ, അവസാനത്തെ എൻ്റെ ഹജ്ജായിരിക്കാം, മറ്റൊരു പ്രാവശ്യം ഞാൻ ഹജ്ജ് ചെയ്തോളണമെന്നില്ല, ഇനി ഞാൻ നിങ്ങളെ കണ്ടുമുട്ടിക്കൊള്ളണമെന്നില്ല, ഇതുപോലെ ഒരു ഹജ്ജ് ചെയ്തുകൊണ്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളെ നിങ്ങൾ എന്നിൽ നിന്ന് രേഖപ്പെടുത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓരോരുത്തരും ചെയ്യുന്ന അമലുകൾ അതിനെ പ്രാമാണികബദ്ധമായ അമലുകൾ ചെയ്യുക. പല ആൾക്കാരും പലതും, പല മൗലവിമാരെ നിങ്ങൾ കണ്ടുമുട്ടേക്കാം. അവിടെ പല ആൾക്കാരും പല രീതിയിലും അവരുടെ എണ്ണം, ഞാൻ ഇത്ര തവാഫ് ചെയ്തു, ഞാൻ ഇത്ര സഅയ് ചെയ്തു, ഞാൻ ഇത്ര നേരം കഅബ കണക്കൂട്ടേണ്ട. നിങ്ങൾ കണക്ക് കൂട്ടാൻ ലോകമാന്യത്തിന് വേണ്ടിയല്ല, ആരുടെ മുമ്പിൽ എണ്ണം പറയാൻ വേണ്ടിയല്ല തവാഫുകൾ ചെയ്യേണ്ടത്. ഇതൊക്കെ ലോകമാന്യത്തിന് നമ്മൾ ചെയ്യുന്ന ലക്ഷങ്ങൾ മുടക്കുന്നത് അത് വെറുതെയാകാൻ കാരണമാകും. അതുകൊണ്ട് അതുപോലെയുള്ള പ്രവർത്തനങ്ങളെല്ലാം മാറി നിന്നുകൊണ്ട് കഴിയുന്നത്ര നമ്മുടെ ജീവിതത്തിന് ശറഫി ഉസ്താദ് പറഞ്ഞ പോലെ പരിശുദ്ധ മനസ്സോടെ ഒരു ഉമ്മവറ്റ കുട്ടിയെപ്പോലെ തിരിച്ചു വരാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്ന് നമ്മളെല്ലാവരെയും നിങ്ങളുടെ പ്രത്യേകമായ ദുആകളിൽ, പ്രത്യേകമായ സ്ഥലത്ത് ചെയ്ത ദുആകളിൽ, ആഫാദിനത്തിൽ, മറ്റുള്ള സമയങ്ങളെല്ലാം ഞങ്ങളെയും കൂടെ നമ്മളെ ഈ മഹല്ലിലുള്ള നമ്മളെ പ്രവർത്തകന്മാരെയും നമ്മളെ ഈ ചെറിയ കൂട്ടായ്മയെ കൂടെ അശ്രാന്ത പരിശ്രമമായി പ്രവർത്തിക്കുന്ന ഒരുപാട് നിസ്വാർത്ഥരായ പ്രവർത്തകരുണ്ട്. അവരെ എല്ലാവരേക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഈ മഹല്ലിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എന്ത് ഒരു ദുആ ആയിരിക്കാം. ഒരു പക്ഷേ ഒരു സമൂഹം മുഴുവനും പള്ളിയിലേക്ക് വരാൻ വേണ്ടി കാരണമായി തീരുക. നമ്മുടെ പള്ളിയുടെ ഈ കൂട്ടായ്മയുടെ പുരോഗതിക്ക് വേണ്ടിയും ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായി വസിയത്ത് ചെയ്യുന്നു. ഞങ്ങളെയും നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രത്യേകം ആവശ്യിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പെട്ടെന്ന് പിരിയാൻ ഇൻഷാ അല്ലാഹ് ഒരു കർമ്മം കൂടെ നമ്മൾ ബാക്കിയുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളെ അനുമോദിക്കുക എന്നുള്ളതാണ്. അതിന് SSC പരീക്ഷയിൽ ഫുൾ A+ വാങ്ങിച്ച വിദ്യാർത്ഥികളുടെ പേര് ഞാൻ വിളിക്കാൻ വേണ്ടി ഉള്ളവർ വരിക. ബാക്കിയുള്ളവർ ഇൻഷാ അല്ലാഹ് പെൺകുട്ടികളുണ്ട്, അവരുടെ ആരെങ്കിലും കുട്ടികൾ വലിയവരും ഉണ്ടെങ്കിലും ഏറ്റുവാങ്ങുക, ഇല്ലെങ്കിൽ അവർക്ക് പിന്നീട് കൊടുക്കാവുന്നതാണ്. അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ആദ്യമായി ഷൗക്കത്ത് ക്ഷണിച്ചോളൂ. അബ്ദുറഹീം പി. ഷിസ പി വി. മുഹമ്മദ് അജസലിൻ്റെ അവിടെ അവർ ഒരു യാത്രയിലാണ്, അറിയിച്ചിട്ടുണ്ട്. ഫാത്തിമ റഫീഖ് ആരെങ്കിലും ഉണ്ടോ അവിടെ? ആ, നാജിയ അസ്ലം.
മറ്റൊന്ന് ഫുൾ എ പ്ലസ് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അതേപോലെ വൈകി കിട്ടിയ ഒരു കുട്ടിയുടെ ലിസ്റ്റ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കുള്ള മൊമെൻ്റോ നാളെ റെഡിയാക്കി എത്തിക്കുന്നതായിരിക്കും വീട്ടിൽ. പേര് റിഫ ഫാത്തിമ, നമ്മുടെ ഷാഫിച്ചാൻ്റെ മകൻ്റെ മകളാണ്. ഇനി അടുത്തത് പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് വാങ്ങിച്ച ജവാദ് അഷ്റഫ്, അത് നമ്മുടെ ഗൾഫ് പ്രതിനിധി റഹീം നിർവഹിക്കുന്നു. മറ്റൊന്ന് ആയിഷ ദിയ, ഏറ്റവും ആളുണ്ടോ? ഇജാസ്, അതേപോലെ തന്നെ പ്ലസ് ടുവിന് ഏറ്റവും കൂടുതൽ ഫുൾ എ പ്ലസ് വാങ്ങിച്ച ഫാത്തിമ ഷിബ, നമ്മൾ ഷാജാൻ നേവിയുടെ മകളാണ്. അതും വൈകിയാണ് നമുക്ക് ലിസ്റ്റ് കിട്ടിയത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവരുടെയും മൊമെൻറ്റും ഇൻഷാ അല്ലാഹ് നാളെ റെഡിയാക്കി കൊടുക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നിസ്കാരം കഴിഞ്ഞ ശേഷം ഒരു ലഘു ഭക്ഷണം കഴിച്ച് പിരിയാം. അസ്സലാമു അലൈക്കും.